PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോഓപ്പറേറ്റീവ് ലോയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1038/2023. 2023 ഒക്ടോബർ 8 നടന്ന എക്സാമാണ്. CSEB ഫൈനൽ ആൻസർ കീ വെച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നവർക്കാണെങ്കിൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. കാരണം അമെൻമെൻറ്റിന് ശേഷം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എടുത്തു പറഞ്ഞത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A society can transfer its assets and liabilities in whole or in part to any other society by. A society can transfer its assets and liabilities in whole or part to any other society by. ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ ആസ്തികളും ബാധ്യതകളും പൂർണ്ണമായോ ഭാഗികമായോ മറ്റേതെങ്കിലും സൊസൈറ്റിക്ക് കൈമാറാൻ കഴിയും. അതിന് വേണ്ട ഭൂരിപക്ഷം എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ബോർഡ് വിത്ത് എ സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷത്തോടെ ബോർഡ് പ്രമേയം പാസ്സാക്കിയത്. ബി, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി വിത്ത് 2/3 മെജോറിറ്റി ആൻഡ് വോട്ടിംഗ്, ജനറൽ ബോഡി പ്രമേയം 3/2 ഭൂരിപക്ഷത്തിൽ വോട്ടെടുപ്പിൽ പാസ്സാക്കിയത്. സി, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്ത് എ 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്, ഹാജരായ അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്ത് ഡയറക്ടർ ബോർഡ് പ്രമേയം പാസ്സാക്കിയത്. ഡി, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ജനറൽ ബോഡി വിത്ത് എ സിമ്പിൾ മെജോറിറ്റി, പ്രമേയം കേവല ഭൂരിപക്ഷത്തോടെ ജനറൽ ബോഡി പാസ്സാക്കിയത്. നേരത്തെ ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ ജനറൽ ബോഡി വിത്ത് എ 2/3 മെജോറിറ്റി ആൻഡ് വോട്ടിംഗ്. എന്നാൽ അമെൻമെൻറ്റിന് ശേഷം ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ജനറൽ ബോഡി വിത്ത് എ സിമ്പിൾ മെജോറിറ്റി. രണ്ട് സൊസൈറ്റീസ് അമാൽഗമേറ്റ് ചെയ്ത് ഒരു സൊസൈറ്റിയായി മാറുന്നതിനും സൊസൈറ്റി ഡിവൈഡ് ചെയ്യുന്നതിനും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ജനറൽ ബോഡിയിൽ സിമ്പിൾ മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ജനറൽ ബോഡിയുടെ കേവല ഭൂരിപക്ഷം മതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: ദ നമ്പർ ഓഫ് ഡേയ്സ് വിത്തിൻ വിച്ച് ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ. The number of days within which an application for registration of a cooperative society is to be disposed of by the registrar. ഒരു സഹകരണ സൊസൈറ്റിയുടെ രജിസ്ട്രേഷനായുള്ള അപേക്ഷ രജിസ്ട്രാർ തീർപ്പാക്കേണ്ട ദിവസങ്ങളുടെ എണ്ണം. ഓപ്ഷൻസ്: 30, 45, 60, 90. നേരത്തെ ഉത്തരം ഓപ്ഷൻ ഡി 90 ആയിരുന്നു. എന്നാൽ അമെൻമെൻറ്റിന് ശേഷം അമെൻമെൻറ്റ് പ്രകാരം 60 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാർ ഒരു രജിസ്ട്രേഷനായുള്ള അപേക്ഷയിന്മേൽ തീരുമാനം എടുക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത്: അപ്പെക്സ് സൊസൈറ്റി ഷാൽ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ ഫ്രം സൊസൈറ്റി വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അപ്പെക്സ് സൊസൈറ്റി ഷാൽ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ ഫ്രം സൊസൈറ്റി വിത്തിൻ ഡാഷ് ഡേയ്സ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അപേക്ഷ സ്വീകരിച്ച് എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് അഫിലിയേഷനുള്ള തീരുമാനം കൊടുക്കേണ്ടത്. ഓപ്ഷൻസ്: 30, 45 ഡേയ്സ്, 60 ഡേയ്സ്, 90 ഡേയ്സ്. നേരത്തെ ഓപ്ഷൻ സി 60 ആയിരുന്നു ഉത്തരം. എന്നാൽ അമെൻമെൻ്റ് അനുസരിച്ച് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 45 ഡേയ്സ് ആണ്. 45 ദിവസങ്ങൾക്കുള്ളിലാണ് അപ്പെക്സ് സൊസൈറ്റി ആയാലും സെൻട്രൽ സൊസൈറ്റി ആയാലും അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേലൊരു തീരുമാനം എടുക്കേണ്ടത്. Any two or more cooperative societies with the prior permission of the registrar may by resolution passed by dash and voting at a dash meeting of each of such cooperative societies may enter into a partnership to carry out any one or more specific businesses. Any two or more cooperative societies with the prior permission of the registrar may by resolution passed by dash and voting at a dash meeting of each of such cooperative societies may enter into a partnership to carry out any one or more specific business. അതായത് രജിസ്ട്രാറുടെ മുൻകൂർ അനുമതിയോടെ ഏതെങ്കിലും രണ്ടോ അതിലധികമോ സഹകരണ സംഘങ്ങൾ ഓരോ സഹകരണ സംഘങ്ങളുടെയും ഡാഷ് വോട്ടോടെ ഡാഷ് യോഗം പാസാക്കിയ പ്രമേയത്തിലൂടെ ഒന്നോ അതിലധികമോ നിർദ്ദിഷ്ട ബിസിനസ്സുകൾ നടപ്പാക്കുന്നതിനായി ഒരു പങ്കാളിത്തത്തിൽ ഏർപ്പെടാം. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുന്നതിന്
എത്ര പ്രമേയം എവിടെ പാസ്സാക്കണം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ, ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ജനറൽ ബോഡി, ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ബോർഡ്, 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ജനറൽ ബോഡി, 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ബോർഡ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ജനറൽ ബോഡിയിൽ സിമ്പിൾ മെജോറിറ്റി മതി. ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ കേവല ഭൂരിപക്ഷത്തോടെയുള്ള പ്രമേയം പാസ്സാക്കിയാൽ മതി. അടുത്ത ചോദ്യം, എ ഡിസിഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൽ ബി ടേക്കൺ വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. എ ഡിസിഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൽ ബി ടേക്കൺ വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. 6 months, 4 months, 3 months, 2 months. ഇത് മാറ്റമൊന്നും വന്നിട്ടില്ല. 2 months ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അംഗത്വത്തിനുള്ള അപേക്ഷ സ്വീകരിച്ച തീയതി മുതൽ 2 മാസങ്ങൾക്കുള്ളിലാണ് തീരുമാനം എടുക്കേണ്ടത്. The power to regulate the working of the cooperative society for the economic and social betterment of the members and the general public is vested with the power to regulate the working of the cooperative society for the economic and social betterment of the members and the general public is vested with options registrar only, president, government and registrar, board. അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ. ദ പവർ ടു റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക് ഈസ് വെസ്റ്റഡ് വിത്ത് ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ. For giving approval for registration, the object of the society should be in accordance with the section dash of the Act. For giving approval for registration, the objects of the society should be in accordance with the section dash of the Act. Section 2, Section 3, Section 4, Section 6. രജിസ്ട്രേഷന് അംഗീകാരം നൽകുന്നതിന് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് നിയമത്തിൻ്റെ ഏത് വകുപ്പ് അനുസരിച്ചായിരിക്കണം? ഉത്തരം ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 4. ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4. The number of copies of bylaw to be accompanied by the application for registration of a cooperative society. The number of copies of bylaw to be accompanied by the application for registration of a cooperative society. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനായുള്ള അപേക്ഷയോടൊപ്പം നൽകേണ്ട ബൈലോയുടെ കോപ്പികളുടെ എണ്ണം. ഓപ്ഷൻസ് 1, 2, 3, 4. ഉത്തരം ഓപ്ഷൻ സി ആണ് 3. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബൈലോയുടെ ഡ്രാഫ്റ്റഡ് ബൈലോയുടെ 3 കോപ്പീസും അമെൻമെൻറ്റിനുള്ള അപേക്ഷയാണെങ്കിൽ ഡ്രാഫ്റ്റഡ് ബൈലോയുടെ 4 കോപ്പീസുമാണ് എൻക്ലോസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഹൗ ക്യാൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ചേഞ്ച് ഈറ്റ്സ് നെയിം? ഹൗ ക്യാൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ചേഞ്ച് ഈറ്റ്സ് നെയിം? ഒരു സഹകരണ സംഘത്തിന് അതിൻ്റെ പേര് എങ്ങനെയാണ് മാറ്റാവുന്നത്? ഓപ്ഷൻസ് ബൈ എ ബോർഡ് റെസൊല്യൂഷൻ, ബൈ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ബൈ സെൻഡിങ് എ റിക്വസ്റ്റ് ടു രജിസ്ട്രാർ, ബൈ രജിസ്റ്ററിങ് എ ഫ്രഷ് സൊസൈറ്റി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബൈ ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ ഭേദഗതിയിലൂടെയാണ് ഒരു സഹകരണ സംഘത്തിന് അതിൻ്റെ പേര് മാറ്റാവുന്നത്. Where the registrar refuses to register an amendment of the bylaws of a society, he shall communicate in order of refusal together with the reason thereof within dash days of the order to the society. Where the registrar refuses to register an amendment of the bylaw of a society, he shall communicate the order of refusal together with the reasons thereof within dash days of the order to the society. ഒരു സൊസൈറ്റിയുടെ ബൈലോ ഭേദഗതി രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രാർ വിസമ്മതിക്കുകയാണെങ്കിൽ എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് നിരസിക്കുന്നതിനുള്ള കാരണം കാണിച്ചുകൊണ്ട് ആ സൊസൈറ്റിയെ അറിയിക്കേണ്ടത്? ഓപ്ഷൻസ് 90 days, 60 days, 9 days, 7 days. ഉത്തരം ഓപ്ഷൻ ഡി 7 days. രജിസ്ട്രേഷനുള്ള അപേക്ഷ രജിസ്ട്രാർ നിരസിക്കുകയാണെങ്കിൽ അത് കാര്യകാരണ സഹിതം ആ സൊസൈറ്റിയെ അറിയിക്കേണ്ടത് അമെൻമെൻറ്റ് പ്രകാരം 15 ദിവസങ്ങൾക്കുള്ളിലാണ്. നേരത്തെ അതും 7 ആയിരുന്നു. എന്നാൽ അമെൻമെൻറ്റ് പ്രകാരം രജിസ്ട്രേഷനുള്ള അപേക്ഷ രജിസ്ട്രാർ നിരസിക്കുകയാണെങ്കിൽ 15 ദിവസങ്ങൾക്കുള്ളിലാണ് കൺസേൺ സൊസൈറ്റി ആ വിവരം അറിയിക്കേണ്ടത്.
ബൈലോ അമെൻഡ് ചെയ്യാൻ രജിസ്ട്രാർ വിസമ്മതിക്കുകയാണെങ്കിൽ അത് കൺസേൺ സൊസൈറ്റിയെ അറിയിക്കേണ്ടത് 7 ദിവസത്തിനുള്ളിൽ തന്നെയാണ്. അതിന് മാറ്റം വന്നതായിട്ട് പറയുന്നില്ല. Where the registrar refuses to register an amendment of the bylaws of a society, he shall communicate the order of refusal together with the reason thereof within 7 days of the order to the society. കോപ്പറേറ്റീവ് ലോയിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.